ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ 28 ആണ്. നിങ്ങളെല്ലാവരും പഠിച്ചെടുക്കുന്നില്ലേ? പഠിച്ചിട്ട് കുറേ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകുന്നുണ്ട്, നല്ല രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം വീഡിയോ ഇടാണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇടാഞ്ഞത് എന്നുള്ള രൂപത്തിൽ മെസ്സേജുകൾ അയക്കുന്നുണ്ട് പേഴ്സണലായിട്ട്, എനിക്ക് അറിയാവുന്നവർ. അപ്പം അതുകൊണ്ട് എന്തായാലും തുടർച്ചയായി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ലെസൺ എന്ന് പറയുന്നത്, നമ്മളൊരു മീറ്റിങ്ങിന് പോവുക, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സ് തമ്മിൽ ഒരു മീറ്റിങ്ങിന്, ഒരു കൂടിക്കാഴ്ച, ഓൺ മീറ്റിംഗ്, നമ്മൾ എവിടെയെങ്കിലും ഒരു പുറത്ത് ആരെങ്കിലും കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു മീറ്റിങ്ങോ, അങ്ങനെയായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓൺ മീറ്റിംഗിൽ സംസാരിക്കുന്ന ഡെയിലി യൂസിങ് സെൻറ്റൻസുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പം നമ്മൾ ഒരു മീറ്റിംഗ് പറഞ്ഞ സ്ഥലത്തേക്ക് രണ്ട് വ്യക്തികൾ വന്നു, അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ വന്നു. അപ്പം എന്തൊക്കെയാണ് വിശേഷം എങ്ങനെ ചോദിക്കും നമ്മൾ? ഹൗ ആർ യു. അപ്പോൾ രണ്ടുപേരാണെങ്കിൽ ഹൗ ആർ യു. അപ്പം നമ്മൾ എന്ത് ആൻസർ പറയും? എന്തൊക്കെയുണ്ട് വിശേഷം, ഹൗ ആർ യു. അപ്പം നമ്മൾ എന്താ പറയും? ഐ ആം ഫൈൻ. അപ്പം നമ്മൾ തിരിച്ചു നിൽക്കും, ആൻഡ് ആർ യു. അപ്പം നമുക്ക് എന്ത് ആൻസർ പറയാം? ഐ ആം ഫൈൻ, ഓക്കെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളതിന് നമ്മൾ എന്ത് ചോദിക്കും? ഹൗ ആർ യു. ഉത്തരം നമ്മൾ ഫൈൻ എന്ന് പറയും. അപ്പം നമുക്ക് തിരിച്ചു ചോദിക്കാം, ആൻഡ് ആർ യു. അപ്പം നമുക്ക് എന്ത് പറയാം? ഫൈൻ, ഓക്കെ. എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തൂ. ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വൈഫും കൂടെ വന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. അപ്പോൾ വൈഫിനെയും കൂടി കൊണ്ടുപോകണ്ടാവുന്നു. അപ്പോൾ വൈഫ് ഹസ്ബൻഡിനോട് പറയും, എന്നെയും കൂടി അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തൂ. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. അതായത് തൊട്ടപ്പുറത്തിരിക്കുന്ന അയാളുടെ സുഹൃത്തിനെ എന്നെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തൂ. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. അപ്പോൾ അവരവിടെ എത്തി മീറ്റിങ്ങിന് ഇരിക്കുന്ന പോലെ ഇരുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. വി ഹാവ് കം ടു ഏർലി. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത് എങ്ങനെയാണ് പറയുക? വി ഹാവ് കം ടു ഏർലി. എന്താണ് പറയുക? ഞങ്ങൾ വളരെ നേരത്തെ വന്നു. വി ഹാവ് കം ടു ഏർലി. നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരിക്കുന്നു. അപ്പോൾ എന്നിട്ട് മറ്റേ അവരോട് പറയാണ്, നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരുന്നു. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. അപ്പം എങ്ങനെയാ പറയാ? നിങ്ങൾ അരമണിക്കൂർ ലേറ്റ് ആയിട്ടാണ് വന്നത്. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. അന്ന് നിങ്ങൾ എന്താണ് വരാഞ്ഞത്? ഇതിനു മുമ്പേ ഒരു മീറ്റിങ്ങിന് പറഞ്ഞായിരുന്നു. അപ്പം അന്ന് നിങ്ങൾ എന്താണ് വരാഞ്ഞത്? വൈ ഡിഡ്ന്റ് യു കം ദാറ്റ് ഡേ. അപ്പോൾ 1 വീക്ക് മുന്നേ ഒരു മീറ്റിംഗ് പറഞ്ഞായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. അപ്പം വൈ ഡിഡ്ന്റ് യു കം ഓൺ ദാറ്റ് ഡേ. എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞത്? വൈ ഡിഡ്ന്റ് യു കം ഓൺ ദാറ്റ് ഡേ. അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. അപ്പോൾ നിങ്ങളന്ന് വരാത്തത് കൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. ഹി ഹാസ് ആസ്ക്ഡ് ഫോർ യു. ഹി ഹാസ് ആസ്ക്ഡ് ഫോർ യു. ഹി ഹാസ് ആസ്ക്ഡ് ഫോർ യു. ഞാൻ വളരെ നേരം താങ്കളെ കാത്തിരുന്നു. അന്നത്തെ ദിവസം നിങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ നേരം കാത്തിരുന്നു. ഐ വെയിറ്റഡ് ലോങ് ഫോർ യു. ഐ വെയിറ്റഡ് ലോങ് ഫോർ യു. അന്നത്തെ ദിവസം നിങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ നേരം കാത്തിരുന്നു. ഐ വെയിറ്റഡ് ലോങ് ഫോർ യു. അടുത്ത ഞായറാഴ്ച എന്നെ കാണൂ. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ അതിന്റെ കണ്ടന്റ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. എന്നിട്ട് പറയുന്നതാണ്, മീറ്റ് മീ നെക്സ്റ്റ് സൺഡേ. അടുത്ത ഞായറാഴ്ച എന്നെ കാണൂ എന്നുള്ളതിന് എന്ത് പറയും? മീറ്റ് മീ നെക്സ്റ്റ് സൺഡേ. ഇന്നത്തെ മനോഹരമായ സായാഹ്നത്തിന് വന്നു. അപ്പൊ നമ്മുടെ മീറ്റിംഗ് നടന്നത് ഈവനിങ് ആണ്. അപ്പോൾ താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഈവനിങ്. എന്താ പറയാ? താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഈവനിങ് ഇങ്ങനെയാണ് പറയുക. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് താങ്കളുടെ വിശേഷം? ഹൗ ആർ യു. എന്താ പറയാ?
എന്തൊക്കെയുണ്ട് താങ്കളുടെ വിശേഷം? ഹൗ ആർ യു? എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തൂ. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. വി ഹാവ് കം ടു ഏർലി. വി ഹാവ് കം ടു ഏർലി. നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരുന്നു. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. യു ആർ ലേറ്റ് ബൈ ഹാഫ് ആൻ അവർ. അന്ന് നിങ്ങൾ എന്താണ് വരാഞ്ഞത്? വൈ ഡിഡ്ന്റ് യു കം ഓൺ ദാറ്റ് ഡേ? വൈ ഡിഡ്ന്റ് യു കം ഓൺ ദാറ്റ് ഡേ? അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. ഹി ഹാസ് ആസ്ക്ഡ് ഫോർ യു. ഹി ഹാസ് ആസ്ക്ഡ് ഫോർ യു. ഞാൻ വളരെ നേരം താങ്കളെ കാത്തിരുന്നു. ഐ വെയിറ്റഡ് ഫോർ യു ലോങ് ടൈം. ഐ വെയിറ്റഡ് ഫോർ യു ലോങ് ടൈം. അടുത്ത ഞായറാഴ്ച എന്നെ കാണൂ. മീറ്റ് മീ നെക്സ്റ്റ് സൺഡേ. ഇന്നത്തെ മനോഹരമായ സായാഹ്നത്തിന് നന്ദി. താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഈവനിങ്. താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഈവനിങ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ പറയുന്ന ഒരു ടോക്ക്, ഒരു കുഞ്ഞി ടോക്കാണ്. നമ്മുടെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാറില്ലേ? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കുമ്പോൾ എന്തായാലും തിളപ്പിച്ച വെള്ളം മാത്രമേ കൊടുക്കുള്ളൂ. അപ്പം അതിൽ നിങ്ങൾ എന്താണ്, വെള്ളത്തിൽ എന്തെങ്കിലും പൊടി ഇടുമല്ലോ, ഒരു ദാഹശമനി. എന്ത് പൊടിയാണ് ഇടാറ്? ആയുർവേദത്തിൻ്റെ ആണോ അതോ KP നമ്പൂതിരീസ് പോലെയുള്ള പൊടികളാണോ? അപ്പം സ്ഥിരമായി നമ്മളത് ഉപയോഗിക്കുന്നത് നമുക്ക് പല കളർ ഇത് വരുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. ഉദാഹരണം പതിമുഖമില്ലേ, അതെപ്പോഴും കുടിക്കുന്നത് നമ്മുടെ ഇന്നറിലുള്ള ഓർഗൻസിന് പോലും ആ ഒരു പിങ്ക് കളറ് പിടിച്ചിട്ട് എക്സ്റേ എടുക്കുന്ന സമയത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് പറയാറുണ്ട്. സ്ഥിരമായി അത് ഉപയോഗിക്കരുതെന്ന്. അതായത് അത് ഭയങ്കര കളറാണ്. അപ്പം ഒരുവിധം ദാഹശമനികളിലെല്ലാം പതിമുഖത്തിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പം അത് ഉള്ളത് നമ്മളെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഇച്ചിരി മാത്രമേ ഇടാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതിലും ഏറ്റവും നല്ലത് എന്താണെന്ന് വിചാരിച്ചാൽ രാമച്ചമില്ലേ, രാമച്ചത്തിൻ്റെ വേര്, അത് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും വയസ്സായവർക്ക് വരെ വളരെ നല്ലതാണ്. അപ്പോൾ രാമച്ചത്തിൻ്റെ വേര് വാങ്ങിക്കുക, ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിൽ ഇടുക. അല്ലെങ്കിൽ ഒരു സ്മോൾ പീസ് ഇഞ്ചി, നല്ലവണ്ണം ഇഞ്ചി ഇട്ടാൽ അത് കുറച്ച് എരിവ് പോലെ ആയിരിക്കും, അതായത് എരിവ് വരും. അപ്പോൾ സ്മോൾ പീസ് ഇഞ്ചി ഇട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇഞ്ചി പ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ രാമച്ചം അല്ലെങ്കിൽ ഇഞ്ചി ഉപയോഗിക്കുക, അതാണ് എല്ലാവർക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, ടോക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.